കേരളത്തിൽ 2 പേര് വിജയിക്കുന്നു. അതിലൊന്ന് കൊല്ലത്ത് വി ഗോകുമാർ, താമര വിരിഞ്ഞു. അതും കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് സ്ഥിരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം വിജയിച്ചെന്നിട്ട് ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചിരുന്ന കൊല്ലം ജില്ലയിൽ ഈ മാറ്റം 11 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് മാറുന്ന തരത്തിൽ ആ പ്രവർത്തനം മാറും. അവസാന ഘട്ടത്തിലെത്തിയപ്പോഴേക്കാണ് ലീഡ് കൂടിയത്. അവസാന സ്വാഭാവികം അങ്ങനെ തന്നെയാണ്. ചിലവരും പുയ്യപ്പള്ളിയും ഒക്കെ പറയുന്നത് സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും UDF-നും മുൻതൂക്കമുള്ളിടത്താണ്. അവിടെ പോലും ഞങ്ങൾ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ നടത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ വലിയ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഘടകമായിട്ടുള്ളത്? നിരവധി ഘടകങ്ങൾ. ഒന്ന്, മോദിജി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ചാത്തന്നൂരിൽ ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിച്ചു. അതിനുമപ്പുറം ചാത്തന്നൂരിലെ സ്വന്തം ആൾ, 2 പേരും പുറത്തുനിന്നുള്ളവർ, അപ്പോൾ സ്വന്തം ആൾ ചാത്തന്നൂരിൽ നിന്ന് MLA ആകട്ടെ എന്ന് ചിന്തിച്ചു. ഒരു മാറ്റം അനിവാര്യമാണ്. 2 തവണ 2ാം സ്ഥാനത്ത് എത്തിച്ചെടുത്തതെന്ന് ഇത്തവണ ഒരു അവസരം കൊടുക്കണം എന്ന് ജനം ചിന്തിച്ചു. ആ അവസരമാണ് ഇത്തവണ വിജയത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത്ര എളുപ്പമല്ല BJPക്ക് ചാത്തന്നൂർ ജയിക്കുക. അത്രയും ജനപിന്തുണ കിട്ടിയത് കൊണ്ടാണ് എല്ലാ തരത്തിലുമുള്ള അടിയൊഴുക്കുകളുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആ അടിയൊഴുക്കുകളെയും പരസ്പര LDF-ൻ്റെയും UDF-ൻ്റെയും പരസ്പര ധാരണകളെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ വിജയം ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അതുകൊണ്ട് വിധേയപ്പെട്ടിരിക്കുന്നത് ജനങ്ങൾ.